ആ എടി കൊച്ചേ, നീ ആ തുണി കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ ഭയങ്കര വെയിലാണ് പുറത്ത്. കൊച്ചി നീ ആ വെയിലത്തൊന്നും പോയി അലക്കൊന്നും വേണ്ട. അല്ല ഇങ്ങ് അന്നേരം അമ്മ കൊണ്ടിട്ടോളൂ, ഇങ്ങ് അന്നേരം കേട്ടോ. നീ എന്നെ ഈ തുണിയൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നത്? പ്രത്യേകിച്ച് കൊച്ചിൻ്റെ തുണി അതൊന്നും വൃത്തിയാകത്തൊന്നും ഇല്ല. പിള്ളേരുടെ തുണി ഒരിക്കലും പിന്നെ വാഷിംഗ് മെഷീൻ ഇടാനേ പാടില്ല. നിനക്ക് നിൻ്റെ അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടൊന്നും ഇല്ലേ? അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് കല്ലേൽ നന്നായിട്ട് അടിച്ചടിച്ച് വേണം അലക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ പിന്നെ അവൻ്റെ തുണിയൊന്നും വാഷിംഗ് മെഷീൻ ഇടുന്നത് ഇഷ്ടവുമല്ല. ഞാനും അങ്ങനെ ഇടത്തൊന്നുമില്ല അവൻ്റെ തുണി വാഷിംഗ് മെഷീനിൽ. നീ ആ പുറത്ത് പോയിട്ട് ആ കല്ലേൽ അടിച്ച് കലക്കാൻ നോക്ക്. അതുമല്ല, പിന്നെ ഈ കറണ്ട് ബില്ലും ഭയങ്കരമാവും. എല്ലാം കൊണ്ടും അവൻ വേണ്ടേ പണിക്ക് പോയിട്ട് ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ കയറി ഇരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തായാലും കൊണ്ടുപോയി അലക്കാൻ നോക്കും. ഹലോ അമ്മേ, ഞാൻ പ്രഗ്നന്റ് അമ്മേ. ആണോ? എന്നിട്ട് നീ അവനോട് പറഞ്ഞോ? അമ്മയോടൊക്കെ പറഞ്ഞോ? ഇനി അങ്ങനെ ചീത്ത ഫുഡൊന്നും കഴിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ഫുഡ് അമ്മായിമ്മയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി. നീ അധികം ജോലിയൊന്നും ചെയ്യുമൊന്നും വേണ്ട, അമ്മായിമ്മ ചെയ്തോളും കേട്ടോ. ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം. സന്തോഷം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. നിങ്ങൾ എന്തായാലും നാളെ തന്നെ നിന്നെ കാണാൻ വരാം കേട്ടോ. ഇത്ര പെട്ടെന്നായോ? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയോ? കണക്ക് കൂട്ടുമ്പം ശരിയാവുന്നില്ലല്ലോ. എന്നതാണേലും ഇനി ആ പുറത്തോട്ടുള്ള കറക്കമൊക്കെ അങ്ങ് നിർത്തിക്കോ കേട്ടോ. രാത്രിയുള്ള പോക്കും ഫുഡ് കഴിക്കലും ഒക്കെ അങ്ങ് നിർത്തിക്കോ. ഇനി വീട്ടിൽ തന്നെ അങ്ങ് വെച്ചുണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടല്ലോ. കൊച്ചിന് ചീത്തയാണ്. എടാ മോനെ, നിൻ്റെ പെങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല മീനൊക്കെ മേടിക്കണം. അവളുടെ വീട്ടിൽ അങ്ങനത്തെ നല്ല മീനൊന്നും മേടിക്കത്തൊന്നുമില്ല. അതുകൊണ്ടേ നല്ല മീനൊക്കെ മേടിക്കണം. അവളുടെ അവിടുത്തെ വീട്ടിലാണെങ്കിൽ പിന്നെ എന്തൊക്കെയോ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെയാണ് മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും അവൾ വരുമ്പോഴത്തേനുമേ നമുക്ക് നല്ലൊരു മീൻ കറി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവൾ കുറേ ആയില്ലേ വന്നിട്ട്. അമ്മ, എനിക്ക് കുഞ്ഞുമീൻ തിന്നാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അമ്മ. നമുക്ക് മേടിച്ചാലോ? അതിന് അങ്ങനത്തെ കൂട്ട് മീൻ മേടിച്ച് ഇവിടെ ആര് കഴിക്കാനാ? ഇവിടെ ആരും അങ്ങനത്തെ കൂട്ട് മീനൊന്നും കഴിക്കാറൊന്നുമില്ല. അവനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അങ്ങനത്തെ കൂട്ട് മീൻ. പിന്നെ നിനക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. മീനെല്ലാം മീനല്ലേ, അതുപോലെ അങ്ങ് കഴിച്ചാൽ മതി. അതിനായിട്ട് കാശ് മുടക്കൊന്നും വേണ്ട. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. അതിനായിട്ടൊന്നും കാശൊന്നും മുടക്കാൻ ഇവിടെ ഇല്ല. രമണി, എന്തുണ്ട് വിശേഷം? എടി എന്നാ ഉണ്ട്? മകള് വന്നായിരുന്നോ? മകളാണ് ഒരാഴ്ച മുന്നേ ഒന്ന് വന്നു പോയതേ ഉള്ളൂ. അവൾ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല. ആഴ്ചക്ക് ഒന്നെങ്ങാനും വന്നാലായി. മരുമകള് വീട്ടിൽ പോയെന്നൊക്കെ കേട്ടല്ലോ. അവളെപ്പോഴും വീട്ടിൽ പോക്കാ. കഴിഞ്ഞ മാസം കൂടെ ഒന്ന് പോയിട്ട് വന്നു. എപ്പോഴും വീട്ടിൽ പോക്കാ. അവളെ പിന്നെ നിന്നെ കെട്ടിച്ചു വിട്ട് അവൾക്ക് വീട്ടിൽ പോയി വന്നാൽ പോരെ? എപ്പോഴും അവനെയും കൊണ്ട് അവളുടെ വീട്ടിലോട്ടേക്ക് അങ്ങ് പോവുകയാണ്. ഇവിടെ അപ്പനുണ്ട് അമ്മയുണ്ടെന്നൊന്നും ഒരു വിചാരവും ഇല്ല. അങ്ങ് പോയേക്കുവാണ്. കല്യാണം കഴിഞ്ഞിട്ട് അവനൊരു പെങ്കോന്തനായിപ്പോയി. ഇങ്ങനെ മാറുമോ ആണുങ്ങൾ? അവളുടെ തലയണ മന്ത്രം തലയണ മന്ത്രം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ടു. മകളോ, അവർ ഭയങ്കര സ്നേഹത്തിലാന്നേ. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ അവന് എപ്പോഴും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവൾക്കാണെങ്കിലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എപ്പോഴും തന്നെ അവർ വരാറുണ്ട്. അവരെപ്പോഴും ട്രിപ്പൊക്കെ പോകാറുണ്ടല്ലോ. അവർ കഴിഞ്ഞ ദിവസം കൂടെ മണാലിയിലോ അവിടെ എങ്ങാണ്ട് പോയതേ ഉള്ളൂ. നന്നായിട്ടല്ല ഫോട്ടോ കണ്ടില്ലേ? ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തോ സാധനത്തിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞത്. കുറേ പേര് കണ്ടെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹമാണ് നീ അവർ. എൻ്റെ കൊച്ചാണെങ്കിൽ ഭാഗ്യവതിയാണ്.